നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് മലക്കുകൾ കടന്നു വന്നുകൊണ്ട് ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ നബിയുക, ആരാണ് നിന്റെ നബി? മാ ദീനുക, ഏതാണ് നിന്റെ ദീൻ? നിങ്ങൾ ആലോചിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ നമ്മെ സഹായിക്കാൻ നമ്മുടെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ നാം കിടക്കുന്ന ഖബറിൽ ഞാനും നിങ്ങളും ഒറ്റക്കാണ്. അവിടെ ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, മാതാപിതാക്കളില്ല, ആരോരുമില്ലാത്ത ഖബറിൽ ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കുമ്പോൾ മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ, മൻ നബിയുക, ആരാണ് നിന്റെ നബിയെന്ന് ചോദിക്കുമ്പോ, മാ ദീനുക, ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ, സഹൃദയരായ സഹോദരങ്ങളെ, എന്താണ് നമ്മൾ മറുപടി പറയുക? ഞാനിപ്പം മരിച്ചു കഴിഞ്ഞാൽ നാളെ 10 മണിക്കുള്ളിൽ എന്റെ മയ്യത്ത് നിങ്ങൾ മറവ് ചെയ്യും. 11 മണിക്കുള്ളിൽ എന്റെ മയ്യത്ത് മറവ് ചെയ്ത് തസ്ബീഹ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോരും. എന്റെ ഖബറിലേക്കും വരുന്നത് 2 മലക്കുകളാണ്. മലക്കുകൾ എന്നെയും എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്, നമ്മെ ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. മലക്കുകൾ എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ, മൻ നബിയുക, ആരാണ് നിന്റെ നബിയെന്ന് ചോദിക്കുമ്പോ, മാ ദീനുക, ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളെ, എന്താണ് നമ്മൾ മറുപടി പറയുക? എന്താണ് പ്രിയപ്പെട്ടവരെ മറുപടി പറയുക? 40 കൊല്ലത്തെ ജീവിതം കൊണ്ട്, 50 കൊല്ലത്തെ ജീവിതം കൊണ്ട്, 60 കൊല്ലത്തെ ജീവിതം കൊണ്ട്, 70 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഏകനായ സർവാധിനാഥനായ അല്ലാഹുവിനെ പഠിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുവാനും പഠിക്കുവാനും സാധിച്ചിട്ടുണ്ടോ? ഇസ്ലാം എന്ന് പറയുന്ന ഈ ഉന്നതമായ മതത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വിശ്വാസിയോടാണ് ചോദ്യമെങ്കിൽ ആ വിശ്വാസി പറയുകയാണ്, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബല്ലയാ, എന്റെ റബ്ബല്ലയാ, എന്റെ റബ്ബല്ലയാ. ആരാണ് നിന്റെ പ്രവാചകനെന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ പേരവിടെ പ്രഖ്യാപിക്കുകയാ. പ്രവാചകനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുകയാ, ഈ പ്രവാചകനെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഈ പ്രവാചകനെ താങ്കൾക്ക് പരിചയമുണ്ടോ? അവിടെ വെച്ച് പറയുകയാ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ നേതാവിനെ പഠിക്കാൻ അറിയാത്തവരെ, ലോകത്തിന്റെ നേതാവിനെ പഠിക്കാൻ അറിയാത്തവരെ, ലോകത്തിന്റെ നേതാവിന്റെ പ്രത്യേകതകൾ അറിയാത്തവരെ, ലോകത്തിന്റെ നേതാവിന്റെ സവിശേഷതകൾ അറിയാത്തവരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അറേബ്യയുടെ മലനാരണ്യത്തിൽ ജീവിച്ചു പോയ 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചവൻ ഖബറിൽ വെച്ച് പറയുകയാ, എന്റെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു. ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നു, ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രൗഢമായ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ഉസൂലു സലാസ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം ലോകത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഅലം, ജനങ്ങളെ നിങ്ങൾ അറിയണം, യഅലം, ജനങ്ങളെ നിങ്ങൾ പഠിക്കണം,
എന്താണ് പഠിക്കേണ്ടതെന്നറിയുമോ? മഅരിഫത്തുൽ അബ്ദി റബ്ബാ, മഅരിഫത്തുൽ അബ്ദി നബിയാ, മഅരിഫത്തുൽ അബ്ദി ദീനാ. ഒരു മനുഷ്യൻ ആദ്യമായി അറിയേണ്ടത് ഏകനായ സർവാധിനാഥനായ അല്ലാഹുവിനെയാ. ഒരു മനുഷ്യൻ ആദ്യമായി പഠിക്കേണ്ടത് ഏകനായ റബ്ബിനെ കുറിച്ചാണ്. പിന്നെ അവൻ അറിയേണ്ടത് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാ. പിന്നെ അവൻ അറിയേണ്ടത് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചാ. എന്റെ മുന്നിലിരിക്കുന്ന സഹൃദയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നമുക്കെന്തറിയാം? ഏകനായ റബ്ബിനെ കുറിച്ച് നമുക്കെന്തറിയാം? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് ആരാണെന്നറിയോ? അല്ലാഹുവിനെ പറ്റി അറിവുള്ളവര് മാത്രമാണ്. 5 നേരം നിസ്കരിക്കുന്നവനാരാ? നോമ്പെടുക്കുന്നവനാരാ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാരാ? ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാരാ? ഭർത്താവിനോട് നന്നായി പെരുമാറുന്നതാരാ? മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാരാ? മാതാപിതാക്കളെ ആദരിക്കുന്നവരാരാ? മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരാരാ? ജനങ്ങളോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുന്നവരാരാ? ജനങ്ങൾക്ക് ഉപദ്രവങ്ങൾ ചെയ്യാത്തവനാരാണെന്നറിയോ? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് അല്ലാഹുവിനെ പറ്റി അറിവുള്ളവൻ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സഹൃദയരെ, ഈ വലത്തെ കൈ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല ഭർത്താവാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല ഭാര്യയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല വാപ്പാനെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മകനാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല വല്ലിപ്പയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല അമ്മയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല ഉമ്മയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏറ്റവും നല്ല വല്യമ്മയാണെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത് അറിവുള്ളവര് മാത്രമാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും? ആളുകളൊന്നും മിണ്ടുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ ഉസ്കുത്, മിണ്ടരുത്. അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും മിണ്ടരുത്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്ന്, നിങ്ങൾ പറയുന്ന മറുപടി ഇല്ല, ഇല്ല എന്നാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ കഫർത്ത, നിങ്ങൾ കാഫിറായി. അല്ലാഹുവിനെ ഭയപ്പെടുക എന്നത് ഇബാദത്താണ്. ഇനിയോ രണ്ടാമത് നിങ്ങൾ പറയാൻ സാധ്യതയുള്ള മറുപടി ഏതാ? അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന രണ്ടാമത്തെ മറുപടി നഅം, അല്ലാഹുവിനെ പേടിയുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് നുണയാണ്. കാരണം നിനക്ക് അല്ലാഹുവിനെയല്ല പേടി, നിനക്ക് നിന്റെ വാപ്പയാണ് പേടി, ഉമ്മയാണ് പേടി, നാട്ടുകാരിയാണ് പേടി, ബന്ധുക്കളെയാണ് പേടി, വല്ലിപ്പയാണ് പേടി, കാളിയാരിയാണ് പേടി, ഇമാമിനെയാണ് പേടി, അയൽവാസികളെയാണ് പേടി, അല്ലാഹുവിനെയല്ല. നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുന്നില്ല? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ അപര്യാപ്തത തന്നെയാണ്.